ഞാൻ ഇറങ്ങുക. വരുമ്പോ നിനക്ക് എന്തെങ്കിലും മേടിക്കണോ? ഒരു 2 ബോട്ടിൽ ബിയർ കൊണ്ടുവരാവോ? ഞാൻ ഇറങ്ങുക. എന്തെങ്കിലും വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യ്. ഓക്കെ? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? അയ് ശരി, എല്ലാത്തിനും ഒന്ന് കാണാന്ന് വെച്ചപ്പോ അച്ഛനെന്തേ? അവൻ ഗ്രൗണ്ടിലുണ്ട്. എന്നാ ഞാനൊന്ന് അവനെ പോയി കണ്ടിട്ട് വരാം. ഹലോ, ആരിത്? സൂര്യമോളോ? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പോകുന്ന വഴിക്കൊന്നും മൈൻഡ് ചെയ്തൂടെ മോളെ? അല്ല, ഇന്നലെ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് നീ എന്താടി റിപ്ലൈ തരാഞ്ഞേ? അതിനുള്ള റിപ്ലൈ ഞാൻ ഇന്നലെ നിനക്ക് തന്നല്ലോ. എപ്പാ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ബോ കണ്ടില്ലായിരുന്നല്ലേ? എന്നാ ഇപ്പൊ തരാം. ഇനി പാതിരാത്രിക്ക് എങ്ങാനും എനിക്ക് മെസ്സേജ് അയച്ചാ റിപ്ലൈ തരാം. ഞാൻ എന്റെ ഡാഡി അങ്ങോട്ട് പറഞ്ഞു വിടും. ഇതിന് മാത്രം പറഞ്ഞിട്ട് പോവാൻ നീ എന്ത് മെസ്സേജാണ് അവൾക്ക് അയച്ചേ? ഇന്നലെ നല്ല മഴയായിരുന്നില്ലേ? തണുപ്പുണ്ടോന്ന് ചോദിച്ചതാ പാതിരാത്രിക്ക്. അവളാ പറഞ്ഞിട്ട് പോയ ഡാഡി ഇല്ലേ, മിലിറ്ററിയിലാ. ഇതറിഞ്ഞ അങ്ങേര് നിന്നെ വല്ല കാശ്മീരിൽ കുഴി വെട്ടി മൂടും. പിന്നെ തണുപ്പിനൊരു കുറവുണ്ടാവത്തില്ല. എന്താടാ നീ പ്രാക്ടീസിന് ഇറങ്ങിയില്ലേ? ബ്രേക്ക് ടൈം. നീ എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. കാര്യമായിട്ട് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇന്നലെ ഞാനും അവള് നിന്നെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു. ജാസി വിളിച്ച് ഒരുപാട് കരഞ്ഞു. അവക്ക് പറയാനുള്ളത് പോലും നീ കേട്ടില്ലെന്നാണല്ലോ പറഞ്ഞേ. എന്നാടാ, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ളത് നിനക്കല്ലേ? പിന്നെ അവളുടെ കാര്യത്തിൽ മാത്രം എന്തിനാ ഇങ്ങനെ ഒരു ഉൾവലിവ്? ഇഷ്ടമാണെങ്കിൽ അതങ്ങ് പറഞ്ഞൂടെ? എനിക്ക് അവളെ ഇഷ്ടമൊക്കെ തന്നെയാ. പക്ഷെ നിനക്കറിയാലോ, ഇപ്പൊ എനിക്കതിന് പറ്റിയൊരവസ്ഥയല്ല. അവളിപ്പോൾ പഠിക്കേണ്ട സമയാ. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒടുക്കി എങ്ങും എത്തിയില്ലെങ്കിൽ അവസാനം ഒരുപാട് കരയേണ്ടി വരും. അതിലും നല്ലതല്ലേ ഇപ്പോൾ കുറച്ച് കരയുന്നേ. അവളെനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറയും, പക്ഷെ ഇപ്പോഴല്ല. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു നേട്ടം നേടാൻ കഴിഞ്ഞാൽ മാത്രം. അന്നും അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അന്നേരം പ്രേമിക്കാം. ഉഫ്, എന്താ അളിയാ, നിന്നെ പോലെ ഒരു തന്നെ കിട്ടാൻ പാടാ. കിട്ടിയ ചേട്ടൻ കെട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ കെട്ടിച്ചാനെ. ഇതൊന്നും ഇനി അവൾ അറിയണ്ട. നീ പോവാൻ നോക്ക്, എനിക്ക് കളിക്കണം. ഞാൻ ഇറങ്ങുക. എന്താണ് ഇത്ര നേരത്തെ? ഒന്നുമില്ലടാ, അവളവിടെ ഒറ്റയ്ക്കല്ലേ. ഒറ്റയ്ക്കാ? അപ്പൊ അവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? വീട്ടിലെല്ലാരും ഉണ്ട്. ഞങ്ങളുടെ മുറിയിൽ അവള് തനിച്ചല്ലേ. ഫ്ലാഷ് ബാക്ക്. എന്റെ ഡാനി ആ പിശാചിനെ കൊണ്ട് തോറ്റു. ആ ജന്തു എന്നും എനിക്കൊരു സ്വസ്ഥത തന്നില്ലടാ. ആ ശവത്തിനൊന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞതാ. ഡാനി, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. ശവം, പിശാശ്, ജന്തു, ഇത്തരം അഭിസംബോധനകളൊക്കെ നിർത്തി എന്തു വരുന്നാടാ അവള് നിനക്ക് കലക്കി തന്നേ? അയ്യാ, ചിരിക്കുന്നേ. പോവാ നോക്ക്. നീ എന്താണ് ഇന്ന് നേരത്തെ വന്നോ? ഇന്ന് വർക്ക് കുറച്ച് കുറവായിരുന്നു, അതാ. അത് കുറച്ച് ഡോക്യുമെന്റ്സാ. ചോക്ലേറ്റ് അല്ലേ? അപ്പോഴേക്കും കണ്ട്. ഇച്ചു, നിനക്ക് വേണമെങ്കിൽ പപ്പയോട് വിളിച്ചു പറ. അത് വേണ്ട. പറ്റൂല, എനിക്ക് ഇത് തന്നെ വേണം. എന്നാ നീ എടുത്തോ. വേണ്ട വേണ്ട, അങ്ങനെ അവന്റെ എല്ലാ വാശം ചെയ്യിപ്പിച്ചു കൊടുത്താ ശരിയാവത്തില്ല. ഇത് നീ അവക്ക് വേണ്ടി വാങ്ങിയതല്ലേ, കൊണ്ടുപോയി കൊടുക്ക്. ഇത് ഞാൻ എനിക്ക് വേണ്ടി. പിന്നെ മനസ്സിലായി. അതെ, ഈ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നത് പഴയ നമ്പറാ. അവളിപ്പോ നിന്റെ പുറകെ വാലായി നടന്ന പൊട്ടിപ്പെടണൊന്നുമല്ല. പുതിയ വല്ല നമ്പർ നോക്ക്. നല്ല ഉറക്കമാണല്ലോ. താനെന്താ ഇത്ര നേരത്തെ? അത് ഒന്നുമില്ല, നേരത്തെ വന്നു. നീ ഈ സമയത്തൊക്കെ ഉറങ്ങുന്നേ? രാവിലെ തൊട്ട് മൊത്തം പോരടിയാ. ഇച്ചോനാണെ മുറിയുടെ അടുത്തേക്ക് പോലും വിടുന്നില്ല. പുറത്തൊരു ലക്ഷ്മണരേഖ കിടപ്പുണ്ട്, അതും മുറിച്ച് പോയേക്കരുതെന്നാ. തന്റെ കയ്യിലെന്താ? അത് എന്നാ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. അയ്യേ, ഡയറി മിൽക്കാ? ഞാൻ എന്താ LKG കുട്ടിയോ? വേണ്ടെങ്കിൽ ഇച്ചോന് കൊടുത്തേക്ക്. വേണ്ട, താൻ ആദ്യമായിട്ട് കൊണ്ടുവന്നല്ലേ, ഞാൻ കഴിച്ചോളാം. ഇതൊക്കെ നിനക്ക് കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചതല്ല. അവക്ക് മതി എന്ന് പറഞ്ഞപ്പോ ഒന്ന് ഹെൽപ്പ് ചെയ്തതല്ലേ. നിനക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഗോ ടു നിന്റെ വൈഫ്. ഇവനോ ബോധമില്ല. നിനക്കിങ്ങനെ കുറച്ച് കാണുമെന്ന് വിചാരിച്ചു. ഞാൻ കൊണ്ടുവന്ന ചോക്ലേറ്റ് മൊത്തം കഴിച്ചപ്പോ തന്നെ എന്റെ വയറ് ഫുള്ളായി. ശരിക്കും മതിയായതുകൊണ്ടാ. 3 നേരം മെഡിസിൻ കഴിക്കാനുള്ളതാ. അതിനിടയിൽ ഫുഡ് സ്കിപ്പ് ചെയ്താൽ ശരിയാവില്ലെന്ന് അറിഞ്ഞൂടെ? 3 നേരം ഗുളിക കഴിക്കാനാണെങ്കിൽ പിന്നെ ചോറ് വേസ്റ്റ് ആക്കണോ? കുറച്ച് ചളിയായല്ലേ. നീ ഒന്ന് ഇറങ്ങിപ്പോയേ. എടി, അങ്ങനെ ഇറക്കി വിടുന്നടി. എന്നാ പിന്നെ ഒന്ന് പോയിക്കൂടെ? ഇവിടെ അപമാനം. പൂവാതെ കരിയില കാറ്റേ.
ഇനി നീ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുക, ഈ ഫുഡ് മുഴുവൻ എടുത്ത് കഴിക്കേ. എനിക്ക് വേണമെന്നില്ല, ഇനി ഇയാൾക്ക് നിർബന്ധമാണെങ്കിൽ. എനിക്ക് നിർബന്ധ, കഴിക്കേ. അയ്യേ, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? നീ പോയില്ലേ? നാളെ സ്വന്തം ചേട്ടന്റെ റൂമിൽ ഒളിഞ്ഞു നോക്കാൻ. പിന്നെ കാണാൻ മാത്രമല്ല, കാണിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്റെ യോഗ്യമോളല്ലേ, കുറച്ചുകൂടി കഴിക്ക്. എന്റെ ലിയോ, ഞാൻ എത്ര നേരായി പറയുന്നു, ഞാൻ കഴിച്ചതാ. നീ ഇതൊന്ന് കൊണ്ട് പോകുന്നുണ്ടോ? എന്തുവാടി രണ്ടെണ്ണം കൂടി ഒച്ചവിളി ഉണ്ടാക്കുന്നേ? ഇച്ചേച്ചിയുടെ അനിയനെ ഭ്രാന്തായെന്ന് തോന്നുന്നേ. കുറെ നേരായി ഫുഡും പിടിച്ച് എന്റെ പുറകെ നടക്കുന്നേ. കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. നീ എന്തിനാണ് അവക്ക് വേണ്ടെങ്കിൽ നിർബന്ധിക്കുന്നത്? ഞാൻ ഇതന്നെ കേൾക്കണം. ചേട്ടൻ ചെയ്ത റൊമാൻസ്, ഞാൻ ചെയ്ത ഇറിറ്റേഷൻ. കർത്താവെ, അടുത്ത FF-ലെങ്കിലും എന്നെ മെയിൻ ഹീറോ ആക്കിയേക്കണേ. എനിക്ക് നാളെ ചെക്കപ്പിന് പോകേണ്ട ദിവസം. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ലിയോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? നാളെ ഞാൻ കൂട്ടിരുന്നോളാം. നീ കാര്യമായിട്ടാണ് പറഞ്ഞേ? രണ്ടും കൂടെ വഴക്കിടൂ? ഇല്ല, ഇപ്പൊ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ. വഴക്കിടത്തില്ല അല്ലേ? എന്നാ നാളെ ഞാൻ എന്റെ അമ്മച്ചിയുടെ അടുത്തുകൂടെ പോയിട്ട് തിരിച്ചു വരത്തുള്ളൂ. നാളെ ഇവിടെ അടുത്തുനിന്ന് ഇരുന്നാ മതി. താനെന്തിനാ ചുമ്മാ ലീവ് എടുത്തേ? നീ എന്നെ പറഞ്ഞേ ഇന്ന് ഭയങ്കര ബോറടി ആയിരുന്നു. അതുകൊണ്ട് നാളെ മുഴുവൻ നിന്റെ കൂടെ ഇരിക്കാന്ന് വിചാരിച്ചു. താഴെ ഒച്ചയും ബഹളമൊന്നും കേൾക്കാനില്ലല്ലോ. എല്ലാരും പോയോ? നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? അത് ഇച്ചേച്ചി തന്നു. അധികം സ്ട്രെയിൻ ചെയ്യണ്ട, ഇങ്ങോട്ട് താ, ഞാൻ ചെയ്തു തരാം. தங்கம் கரையுதா வெக்கம் உடையுதா അയ്യോ, ദേ ഒച്ച വെക്കല്ലേ. ആ മറകിന്റെ ആകർഷണ വനത്തിൽ അറിയാതൊന്ന് പെട്ടുപോയതാ. കൂട്ടിരിക്കാന്നൊക്കെ പറഞ്ഞ് താനാള് കൊള്ളാലോ. ദേ അടുത്തത്. ഇതൊക്കെ ഇതിന് മാത്രം മറകണ്ടായിരുന്നു. എനിക്ക് ഈ വക ഒരു സഹായം വേണ്ട. താനത് പോയേ. എവിടെ പോവാ? ഓഫീസിലേക്ക്. അപ്പൊ താനല്ലേ എനിക്ക് കൂട്ടിരിക്കാന്നൊക്കെ പറഞ്ഞേ? നീ തന്നെയല്ലേ എന്നോട് പോവാനും പറഞ്ഞേ? അത് ഞാൻ പെട്ടെന്ന് താൻ അങ്ങനെയൊക്കെ പോവല്ലേ പ്ലീസ്. നീ എങ്ങോട്ടെങ്കിലും പോവാണോ? കോളേജിലേക്ക്. 2 ദിവസം കൂടി റെസ്റ്റ് എടുത്തൂടെ? മുറിവൊക്കെ ഇപ്പൊ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോ വേദന ഒന്നും ഇല്ലല്ലോ. ഇനി ആകെ കുറച്ച് ദിവസം കൂടി ക്ലാസ് കാണത്തുള്ളൂ. അതും കൂടി കളയാന്ന് വെച്ചാ. ശരി, ഒരു 10 മിനിറ്റ്, ഞാൻ റെഡി ആയിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ സേറയുടെ കൂടെ പൊക്കോളാം. 10 മിനിറ്റ് ഞാൻ വന്നോളാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ബ്രോ. മോർണിംഗ്. പിന്നെ നിന്റെ ക്ലാസ് കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ചേട്ടൻ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഇവിടെ ഞാൻ കൊണ്ട് വിട്ടോളാം. നിന്റെ കൂടെ ഒന്നും എന്നതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. നിന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഇനി വാ തുറക്കണ്ട. താൻ പൊക്കോ, ഞാൻ വിളിച്ചോളാം. നീയൊക്കെ ഇന്ന് തൊട്ടാണ് ഇത്ര നേരത്തെ കോളേജിലേക്ക് വന്നു തുടങ്ങിയേ? അതിനാര് വന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്നതല്ലേ? അച്ചായന് പ്രാക്ടീസ് ഉണ്ടെന്നും പറഞ്ഞ് കിടക്കപ്പായി എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നതാ. പല്ല് പോലും തേച്ചിട്ടില്ലടി. അയ്യേ, Catherine, what are you doing though? Sorry ma'am, you are a brilliant student. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് താൻ പഠിത്തത്തിൽ വല്ലാതെ ഉഴപ്പ് കാണിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ക്ലാസ് കയറില്ല. ഇനി കയറിയാൽ തന്നെ ഒന്നും ശ്രദ്ധിക്കുമില്ല. No more excuses. Get out from my class. ഞാനെന്താ വിളിച്ചിട്ട് എടുക്കാതെ? ടെക്സ്റ്റ് ചെയ്ത് നോക്കണം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വേണ്ട.
എൻ്റെ ക്ലാസ് കഴിഞ്ഞു, പിക്ക് ചെയ്യാൻ വരാമോ? ഓക്കെ. ആ മോളെ ഇവിടെ ഇരിക്കായിരുന്നോ? എടിയാ സുന്ദരിക്കോത നിന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിയിട്ടെന്ന് കേട്ടു, സത്യാണോ? നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. എന്തു പറ്റി? രാവിലെ തൊട്ട് മൊത്തം ഡിസ്റ്റർബ്ഡ് ആണല്ലോ. നിന്റെ മുറിവ് ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ? ഏയ് അതൊന്നുമല്ല. എനിക്കൊരു ഡൗട്ട്. ഈ കല്യാണത്തിന് ശേഷം പ്രേമിക്കുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അവിഹിതം ആ, ഇതൊന്നുമല്ല. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കാൻ നിൽക്കുവാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് അവിഹിതം എന്നാ പറയാറ്. ഈടാ ഒന്നും മിണ്ടാതിരിക്കുക. അവള് കാര്യമായിട്ട് എന്തോ പറയാൻ കൊണ്ടുവന്നതാ. എന്താടി സംഗതി? എന്നോട് പറ. ദേ ആദ്യമായിട്ടാ വരുന്നത്. ആ, എവിടെ? എല്ലാവരും ഉണ്ടല്ലോ, എന്താ ഇങ്ങനെ നോക്കുന്നത്? മെസ്സേജിന് റിപ്ലൈ തരാത്തപ്പോ ഞാൻ വിചാരിച്ചു വരത്തില്ലാന്ന്. മെസ്സേജ് ഞാൻ കണ്ടില്ല. നീ വിളിച്ചപ്പോ തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. എന്നാ നമുക്ക് പോയാലോ? എടി നീ ഇപ്പൊ തന്നെ പോവാണോ? ക്ലാസ് കഴിഞ്ഞില്ലേ? നിങ്ങൾ എന്താ വേറെ വല്ല പ്ലാൻ കിട്ടോ? ക്ലാസ് കഴിഞ്ഞ? ദൈവമേ, ഇവൻ കുളവാക്കോ? ആ, ക്ലാസ് കഴിഞ്ഞു. ചേട്ടൻ ഇവളെ കൊണ്ട് പൊക്കോ. പാവല്ലേ ആദ്യേട്ടൻ. എന്നാലും അവളിങ്ങനെ അവിഹിതം ഉണ്ടാക്കാൻ പോകുന്നു ഞാൻ വിചാരിച്ചില്ല. എടാ മരമണ്ട, അവള് പ്രേമിക്കുന്നെന്ന് പറഞ്ഞതേ സ്വന്തം കിട്ടിയോനെയാ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഒരു മിനിറ്റ്. പറയടാ. നീ എവിടെ പോയി കിടക്കുവാടാ? ചേട്ടൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് വരാൻ നോക്ക്. ഒരു 20 minutes ഞാൻ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ആ ശരി. നീ എന്തോ കാര്യമായിട്ട് പറയാൻ തുടങ്ങിയതല്ലേ? എന്താ? എനിക്ക് പെട്ടെന്ന് പോകണോ? ചേട്ടനോട് പറയാതെയാ ഓഫീസിൽ നിന്ന് ഇറങ്ങിയേ? എന്തു പറ്റി? ചുമ്മാ ചോദിച്ചാ? എന്താ? എനിക്കത് വേണം. ഇതിനായിരുന്നു ഒച്ച വെച്ച്. മനുഷ്യൻ പേടിച്ചു പോയല്ലോ. ഇവിടെ ഇരിക്ക്, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. നല്ല ചൂടുണ്ട്, നോക്കി കഴിക്കേ. എനിത്തിങ് എൽസ്? അങ്ങനെ ചോദിച്ചാ ഐസ്ക്രീം കഴിക്കണം തോന്നുന്നുണ്ട്. ചുമ്മാ ഒരു റൈഡിന് പോകണം തോന്നുന്നുണ്ട്. കുറച്ചു നേരം ഒരുമിച്ച് നടക്കണം തോന്നുന്നുണ്ട്. നോ, ഇതിനൊന്നും സമയമില്ല. പെട്ടെന്ന് പോണെന്നല്ലേ ഈ നോട്ടത്തിന്റെ അർത്ഥം? ഈ പറഞ്ഞ ലിസ്റ്റില് ഏതാ ആദ്യം വേണ്ടേ? അപ്പോ തിരിച്ച് ഓഫീസിൽ പോകണ്ടേ? അതിന് ഇനിയും സമയമുണ്ടല്ലോ. ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? അതെ അതെ, വളരെ മോശം. അപ്പൊ ഫസ്റ്റ് ഐസ്ക്രീം. പറഞ്ഞ ലിസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയല്ലോ. ഇനി എന്താ? താനൊന്ന് ഇറങ്ങ്, ഞാൻ പറയാം. ഇവിടെ എന്തിനാ നിർത്താൻ പറഞ്ഞേ? ഈ വഴി ഓർമ്മയുണ്ടോ? ഇതെന്ത് ചോദ്യ? ഞാനും നീ വഴിയല്ലേ പോവാറ്? പണ്ട് നമ്മൾ ഒരുമിച്ച് സ്കൂളിലേക്ക് പോയിരുന്ന വഴിയായത്. ഇപ്പോൾ തന്റെ കൂടെ ഒരുമിച്ചൊന്ന് നടക്കാൻ തോന്നുവാ. നീ ഇങ്ങോട്ട് വലിഞ്ഞു കയറുന്നേ. ദേ ഇനി അതിന്റെ മുകളിൽ നിന്ന് താഴെ വീഴും. ഇങ്ങോട്ട് ഇറങ്ങിയേ. ദേ ഇനി അതിന്റെ മുകളിൽ നിന്ന് താഴെ വീഴും. ഇങ്ങോട്ട് ഇറങ്ങിയേ. താൻ മാറിപ്പോയെന്നാ വിചാരിച്ചേ? എവിടെന്ന് ഒരു മാറ്റവും ഇല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കിത് മുറിവ് വേദനിക്കുന്നുണ്ട്. നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലേ? സ്വയം ചികിത്സ കുറച്ച് കൂടുതലാ. എല്ലാത്തിന്റെ പ്രശ്നം. ഒരു 1 വീക്ക് കൂടി റെസ്റ്റ് എടുക്കുന്നത് നല്ലതാ. ഇതൊന്നും തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇനിയെല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം. താങ്ക് യു ഡോക്ടർ.
താനിങ്ങനെ നോക്കി പേടിപ്പിക്കാതെ ഒന്ന് വഴക്കെങ്കിലും പറ. പറഞ്ഞോണ്ട് വല്ല കാര്യമുണ്ടോ? കാലത്തെ പോകണ്ടെന്ന് പറഞ്ഞ് അത് നീ അനുസരിച്ചില്ല. ആ മതിൽ വരുന്ന് കയറണ്ടെന്ന് പറഞ്ഞ് അത് കേട്ട ഭാവം പോലും ഉണ്ടായില്ല. ഇനി വഴക്ക് പറഞ്ഞിട്ട് എന്തു പ്രയോജനം? 1 വീക്കിൽ മുറിയുടെ പുറത്തേക്ക് നീ ഇറങ്ങിയെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ ചങ്ങല വാങ്ങിക്കൊണ്ട് വന്ന് കാലകാലത്തേക്ക് ഇതിനകത്ത് പൂട്ടിയിട്ടും പറഞ്ഞേക്കാം. ഈ ചേച്ചിയോട് ഹോസ്പിറ്റലിൽ പോയ കാര്യമൊന്നും പറയല്ലേ, എന്റെ തല വെട്ടിയെടുക്കും. ഞാനൊന്ന് ഹാള് വരെയെങ്കിലും പോയിക്കോട്ടെ. നോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന ഞാൻ ശ്വാസം മുട്ടിച്ചാകും. അതുകൊണ്ടാ ടി.വി. കണ്ട് അടങ്ങിയിരുന്നോളാം. സ്റ്റേഴ്സ് ഇറങ്ങണ്ട, ഹാളിലേക്കല്ലേ ഞാൻ കൊണ്ടുപോവാം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സോഫയുടെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. ഒരു മാനേഴ്സും ഇല്ലാതെ. ഓ, പറയുന്ന ആളുടെ മാരേജ് കാണാറുണ്ട്. ബാത്റൂമിൽ ഇരിക്കണ പോലെ സോഫയിൽ ഇരിക്കുന്നേ. ആദ്യം ഒറ്റയ്ക്ക് നന്നാവും, എന്നിട്ട് സ്വയം നന്നാക്കിയാ മതി കേട്ടാ. ഇങ്ങനെ കുത്തിവെച്ച് ഫോണിൽ കളിക്കാനാണെന്നുണ്ടെങ്കിൽ നിനക്ക് മുറി തന്നെ ഇരുന്നാ പറയുന്നില്ലേ, മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. ഈ വീട് സ്വന്തം പേരിലാണെന്നുള്ള വിശ്വാസത്തില് സഹോദരൻ അങ്ങോട്ട് മെയിൻ ആവുകയാണല്ലോ. പപ്പയ്ക്ക് ഈ സോഫ എങ്ങനെ എന്റെ പേരിൽ എഴുതി വെച്ചുകൂടായിരുന്നോ? ഇങ്ങനെ ഫോൺ കുത്തി വെച്ചോണ്ട് കളിക്കാൻ എനിക്കൊരു ക്രേസ്. അതാണല്ലേ നീ പുതിയ ആൽബിറക്കി ലൈക്ക് ക്രേസി. എന്റെ ബ്രദറെ കുനിച്ചു കത്തി കൂമിനടിക്കാനും പറ്റത്തില്ലല്ലോ. എന്റെ ഭർത്താവേ, ഞാൻ എന്തൊക്കെയാ കാണുന്നേ? ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ച് എന്റെ പാൻസ് കീറിയിട്ടൊന്നുമില്ലല്ലോ, പിന്നെ നീ എന്ത് കണ്ടുവന്നാ? സഹോദര, ആ ഫോണിൽ നിന്ന് തല അപ്വേർഡ് പൊസിഷനിലോട്ട് തിരിക്കാവോ? ഇതെല്ലാരും നോക്കുന്നു. ഡോ എന്നൊന്ന് താഴെ വെക്ക്. ഈ പുരാവസ്തുവിനെ ഇവിടെ കൊണ്ട് കളയാൻ പോവാ. പുരാവസ്തു നിന്റെ മറ്റവള്. അവൾക്ക് TV കാണണമെന്ന് പറഞ്ഞപ്പോ അതിന് നിനക്ക് കാലിനല്ലല്ലോ കുത്തുകണ്ടേ, വയറ്റിനല്ലേ? നീ ഇങ്ങനെ അസൂയപ്പെടുന്ന എന്തിനാ? അസൂയേ? അത് ഈ ഉണക്ക റൊമാൻസ് കണ്ടിട്ട്. അതുകൊണ്ടൊന്നല്ല. ഇനി ഇതെങ്ങാനും എന്റെ കെട്ടിയോള് കണ്ടോണ്ട് വന്നാ ഞാൻ അവളെ കൊണ്ട് ഈ പെര മൊത്തം നടക്കേണ്ടി വരും. ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാണ്ടിലോറിയുടെ അടിയിൽ പെട്ടുപോകുന്നു പേടിച്ച് മാക്കാണ്ട് അവൾ ആ ടയറിനടി കിടന്ന് ജിംനാസ്റ്റിക് നടത്തുന്ന അവസ്ഥയായിരിക്കും. ആരാടാ മാക്കാൻ തവള? ആ യോഗി, നീ ഇപ്പൊ വന്നേ. വന്നത് ഞാനും കണ്ടായിരുന്നു. ആരാടാ മാക്കാൻ തവള? അത് ഞാൻ. അപ്പൊ പാണ്ടിലോട് ഞാനല്ലേ? നീ മുറിയിലോട്ട് വാ, ശരിയാക്കി തരാവേ. സബാഷ്. അപ്പൊ ഞാൻ ഇന്നും തറയിൽ തന്നെ കിടക്കേണ്ടി വരും.